നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിനെ ഇതുപോലെ ഐഫോൺ ആക്കി മാറ്റണോ? സോ ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനെ ഇതുപോലെ വളരെ അടിപൊളിയായിട്ട് ഐഫോണിൻ്റെ ലുക്കിലേക്ക് മാറ്റാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഐഫോണിലെ സെയിം ഐക്കൺസും അതുപോലെ നോട്ടിഫിക്കേഷൻ സെൻറ്ററൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുറന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ അതിനെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഐഫോൺ 50 ലോഞ്ചർ എന്നീ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ആക്കുക. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് ഐഗ്രി വിത്ത് എന്നുള്ള സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലോഡ് ആകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ പെർമിഷൻസ്, നിങ്ങൾ സ്റ്റോറി പെർമിഷൻ അതുപോലെ ക്യാമറ പെർമിഷൻ ജസ്റ്റ് അലോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റും അതുപോലെ തന്നെ അഗ്രി ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ അലോ പെർമിഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ ആസ് ഉള്ളത്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഗ്രി ചെയ്ത് കൊടുക്കാൻ വേണം. ഞാൻ അത് ഒരു ജസ്റ്റ് നമ്മൾ സെറ്റിങ്സിൽ പോയി ജസ്റ്റ് ഐഫോൺ 50 ലോഞ്ചർ എന്നുള്ളത് ജസ്റ്റ് ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കാണ് ഇവിടെ ഇഷ്ടമുള്ള സ്റ്റൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന iOS സ്റ്റൈൽ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റൈൽ. ഞാനിപ്പോൾ iOS സ്റ്റൈൽ സെലക്ട് ചെയ്യുകയാണ്. ഫുൾ സ്ക്രീൻ കൊടുക്കുകയാണ്, നാവിഗേഷൻ ബാർ ഹൈഡ് ചെയ്തുകൊണ്ട് തന്നെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു ഫുൾ സ്ക്രീൻ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കാണ് ഇവിടെ ഇങ്ങനെ ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വിഡ്ജറ്റ്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും സെറ്റ് ആസ് ഡിഫോൾട്ട് ലോഞ്ചർ എന്നുള്ളത്. അവിടെ ജസ്റ്റ് സെറ്റ് ആസ് ഡിഫോൾട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. അതിന് ഇവിടെ ഐഫോൺ 50 ലോഞ്ചർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓൾവേസ് ഒന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇപ്പം ഡിഫോൾട്ട് ലോഞ്ചർ ആയിട്ടുണ്ട് ഇപ്പോഴുണ്ട്. ഇവിടെ സൈഡിൽ നിങ്ങൾ കാണാം ഓരോ ഡിവൈസ്, കൺട്രോൾ സെൻറ്റർ, ഹോം, റീസെൻ്റ് എന്നൊക്കെയുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് താഴെ സൈപ്പിൽ നിങ്ങൾക്ക് കാണാം കൺട്രോൾ സെൻറ്റർ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെറ്റിങ്സിൽ പോയി നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അഗ്രി ചെയ്ത് കൊടുക്കും. ഇവിടെ നിങ്ങൾ കൺട്രോൾ സെൻറ്റർ സൈഡിലായിട്ട് ജസ്റ്റ് ഒരു ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് സെറ്റിങ്സ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വൈഫൈ ഓപ്ഷൻ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാം ജസ്റ്റ് ഇതുപോലെ ഇവിടെ നിങ്ങൾക്ക് വിഡ്ജറ്റ്സ് സിമ്പിളായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് വിഡ്ജറ്റ് സൈഡിലുള്ള. പിന്നെ ഈ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ, ഡിവൈസ്, കൺട്രോൾ സെൻറ്റർ, ഹോം. ഇവിടെ കൺട്രോൾ സെൻറ്റർ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാം റീസെൻറ്റ് ആപ്ലിക്കേഷൻസ്, അത് നിങ്ങൾക്ക് അഗ്രി ചെയ്ത് കൊടുക്കാൻ സെറ്റിങ്സിൽ പോയി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള, അപ്പം ഇവിടെ നോട്ടിഫിക്കേഷൻ ആക്സസ് നിങ്ങൾക്ക് അലോ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാം ഇപ്പോൾ നമ്മുടെ ഫോൺ ഒരു ഐഫോണിൻ്റെ ലുക്കിലായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലീനും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സൈഡിൽ നിങ്ങൾ കാണാൻ സാധിക്കും ആപ്പ് ഡ്രോവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോന്നായിട്ടുള്ള ഓരോ ഫോൾഡറിൽ വൈസ് ജസ്റ്റ് ഓരോ ഡ്രോവറായിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് ഓരോ ആപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായി നിങ്ങളുടെ മൊബൈലിൽ ഐഫോണിൻ്റെ OS നിങ്ങൾക്ക് സിമ്പിളായി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ ആപ്ലിക്കേഷൻ ഒഫീഷ്യൽ സെറ്റിംഗ്സിൽ പോയാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇഷ്ടംപോലെ ടൂൾസ് അതുപോലെ ഓപ്ഷൻസ് ഇതിൽ കാണാൻ സാധിക്കും. ഡാർക്ക് മോഡ്, ആപ്പ് ലൈബ്രറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് ആഡ്സ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള സ്ഥിതിക്ക് കാണാം ആപ്പ് ലൈബ്രറി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ സജഷൻസ് അതുപോലെ ആപ്ലിക്കേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കിവിടെ കാണാം ഓരോ സെറ്റിങ്സും നിങ്ങൾ കാണാം ഫോണിൻ്റെ സ്റ്റൈൽ വരെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഐഫോൺ ലോഞ്ചറിന് സെറ്റിങ്സ് പോയാൽ. അതുപോലെ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ ഓപ്ഷൻസ്, അത് നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടമാണ് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പുതിയ ടെക്നോളജി വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.